ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീക്ക് നോ മലയാള ടെക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ RC ബുക്ക് എങ്ങനെയാണ് പരിവാഹൻ സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് RC ബുക്ക് ഒന്നും നമുക്ക് ഫിസിക്കലായിട്ട് നമ്മുടെ സർക്കാർ അയച്ചു തരുന്നില്ല. സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട് നമ്മളത് പരിവാഹൻ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ RC ബുക്ക് എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പരിവാഹൻ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മൊസിലോ ഏതെങ്കിലും എടുത്തിട്ട് നമ്മൾ പരിവാഹൻ നമ്മൾ സെർച്ച് ചെയ്യുക. പരിവാഹൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ പരിവാഹൻ.gov.in എന്നുള്ള വെബ്സൈറ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സെർച്ച് ബാറിൽ പരിവാഹൻ.gov.in അടിച്ചിട്ട് ഡയറക്റ്റ് സൈറ്റിലേക്ക് എൻ്റർ ചെയ്താലും മതി. എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക. പരിവാഹൻ എന്നുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വരും ആ പരിവാഹൻ എന്നുള്ള സൈറ്റ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി കിട്ടുക. അതിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ സർവീസസ്. അത് എബൌട്ട് അസിൻ്റെ തൊട്ട റൈറ്റ് സൈഡിലായിട്ട് ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന് കാണാൻ പറ്റും. അതാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അതാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്കിനി പെർമിറ്റ് എന്തെങ്കിലും എടുക്കാനാണെങ്കിൽ പെർമിറ്റ് റിലേറ്റഡ് സർവീസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എടുക്കാം. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നമ്മുടെ സ്റ്റേറ്റ് കേരള ആയതുകൊണ്ട് നമ്മൾ കേരള എന്നുള്ള സ്റ്റേറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇങ്ങനെ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ RT ഓഫീസ് എല്ലാം സെലക്ട് ചെയ്യേണ്ട. RT ഓഫീസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പേജിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി നമ്പർ അവിടെ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ വെഹിക്കിൾ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് ടിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഒതൻറ്റിക്കേഷൻ മോഡ്സ് വൈൽ അവൈലിംഗ് എനി സർവീസ് ഓൺ വാഹൻ സിറ്റിസൺ പോർട്ടൽ എന്നുള്ളൊരു ഇത് കാണും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. നമ്മൾ ഈ പ്രൊസീഡ് കൊടുത്ത് നമ്മുടെ അടുത്ത പേജിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് അടുത്ത പേജിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. നമുക്ക് അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. അതായത് നമ്മൾ ഈ വണ്ടി നമ്പർ കൊടുത്ത ആ വണ്ടിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതൊക്കെ ആപ്ലിക്കേഷനിലല്ല എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കാണിക്കാൻ പറ്റും. നമുക്ക് RC ക്യാൻസലേഷൻ, RCയുടെ പർട്ടിക്കുലേഴ്സ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് അടക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുവിധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ഓൺലൈൻ സർവീസസ് എന്നുള്ള അവിടെ ഒന്നുമല്ല നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ നേരെ പോവുക. അതിൽ നമുക്ക് അതർസ് നമ്മുടെ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, ടാക്സ് ലൈസൻസ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നില്ലേ? ഇതാണ് നമ്മൾ എടുക്കേണ്ടത്, പ്രിൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്പർ അവിടെ കാണിക്കും. അതിനുശേഷം നമ്മുടെ ചേസിസ് നമ്പർ അടിക്കാം. ചേസിസ് നമ്പർ നമ്മുടെ ഫുൾ അടിക്കേണ്ട, ലാസ്റ്റ് 5 ഡിജിറ്റ് അടിക്കുക. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളെ വെഹിക്കിൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിൻ്റെ പേപ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുണ്ടാവും. അതും ഒന്നും കാണുന്നില്ലേ, നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നമ്മുടെ വണ്ടിയുടെ സൈഡിലോ അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ബൈക്കിൻ്റെ സൈഡിലോ അടിയിലായിട്ടോ ഒന്ന്, ആക്റ്റീവിലാണെങ്കിൽ വണ്ടിയുടെ ബോണറ്റിൻ്റെ അടിയിലായിട്ടൊക്കെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ കാറാണെങ്കിൽ ഫ്രണ്ട് ബോണറ്റിൻ്റെ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അത് നോക്കി മനസ്സിലാക്കുക. അത് ഓരോ വണ്ടിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ, നമ്മുടെ രജിസ്ട്രേഷൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ, അതിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് 5 ഡിജിറ്റ് വണ്ടി നമ്പർ 5 ഡിജിറ്റ് ചേസിസ് നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ ചേസിസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ചേസിസ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റ് ഇൻഫർമേഷൻസ് എന്നുള്ള കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ടിക്ക് മാർക്ക് ഇടേണ്ട ഓപ്ഷൻ വരും. അതായത് നമ്മൾ ഐ അണ്ടർസ്റ്റാൻഡിങ് that after taking RC print of this portal I will not claim for RTO, claim it from RTO or dealer. അതായത് നമ്മൾ RTO എന്നോ അല്ലെങ്കിൽ ഡീലറെന്നോ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ പുതിയ ഒരു കോപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലെയിം ചെയ്യില്ല എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക, ജനറേറ്റ് OTP കൊടുക്കുക.
നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ RC ബുക്ക് ഇങ്ങനെ നമുക്ക് സൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ അവിടെ നമ്മുടെ RC അത് ഷോ ചെയ്തില്ലേ, അത് നിങ്ങൾക്ക് പ്രിൻ്റ് കൊടുത്തിട്ട് കളറിൽ പ്രിൻ്റ് എടുത്ത് നമുക്ക് ഇപ്പോൾ ATM കാർഡ് പോലെ നമ്മുടെ PVC കാർഡായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് സാധാ ലാമിനേഷൻ കോപ്പി ആയിട്ടോ നമുക്കിപ്പോൾ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇനി തൊട്ടിട്ട് നമ്മുടെ കാർഡ് PVC ആക്കിയിട്ട് നമ്മുടെ കയ്യിലേക്ക് അയച്ചു തരില്ല, പോസ്റ്റൽ വഴി അയക്കില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇത്തരത്തിലാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്.